അസ്സലാമു അലൈക്കും ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് യു എയിലെത്തിയിട്ടോ. 3 ദിവസത്തെ ഒമാൻ വാസത്തിന് ശേഷം അൽഹംദുലില്ലാഹ് യു എയിലേക്ക് പോവുകയാണ്. നോർമലി നാട്ടിലേക്ക് പോകുമ്പോൾ അതേ ഫീൽ തന്നെയാണ് കേട്ടോ. ഒമാനിന് യു എയിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഒമാനിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് താമസിച്ചതെന്ന് 3 ദിവസം. അതുകൊണ്ട് തന്നെ അധികം ആളുകളെയും ബിൽഡിങ്സും വണ്ടികളൊന്നും കാണാത്തതുകൊണ്ട് ട്രാഫിക്കൊക്കെ കണ്ടപ്പോൾ പ്രത്യേക ഒരു സന്തോഷം. ദുബായ് എത്തിയല്ലോ, നമ്മുടെ നാടെത്തിയല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. കൂടെ നല്ല വിശപ്പും, കാരണം 3-4 ദിവസമായല്ലോ മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് വരികയായിരുന്നു എവിടെ പോകണം, എന്തൊക്കെ കഴിക്കണം എന്നുള്ളത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല കേട്ടോ, നേരെ മെഹഫിലേക്ക് പിടിച്ചു. കാരണം നല്ലൊരു ബിരിയാണി കഴിച്ചാൽ ഈ 3 ദിവസത്തെ ആ ഒരു കഴിക്കാത്തതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടും. അതുപോലെ തന്നെയായിരുന്നു. ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് സാധനങ്ങളൊക്കെ പെട്ടെന്ന് വന്നു കേട്ടോ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മെഹഫിൽ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക ഫീലുമാണ്. അത് ഈ വാഴയില തന്നെ കഴിക്കണം കേട്ടോ. ഏതായാലും തിന്നാൻ പോവല്ലേ, അപ്പോൾ ബ്രദറിനെയും കൂടെ കൂട്ടിയിട്ടോ. ബ്രദറിന് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ബിരിയാണീൻ്റെ മണ്ണടിച്ചപ്പോൾ നല്ല വിശന്നു എന്നാണ് പറയുന്നത്. അവന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അവൻ മെഹഫിൽ ബിരിയാണി ട്രൈ ചെയ്യുന്നത്. എനിക്ക് എത്ര ടേസ്റ്റുള്ള ഫുഡാണെന്നുണ്ടെങ്കിലും ഒരുപാട് ക്രൗഡുള്ള സ്ഥലത്ത് പോയി കഴിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. നമ്മളവിടെ പോയ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്വസ്ഥവും സമാധാനമായിട്ട് കഴിക്കാനും പറ്റി. നല്ല ചൂടും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ 2 ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടോ. ഒരു വാട്ടർമെലനും ഒരു പാഷൻ ഫ്രൂട്ടും. വാട്ടർമെലൻ നോട്ട് അപ്പ് ടു ദ മാർക്ക് എന്ന് പറയാം, പക്ഷേ എന്നിരുന്നാലും ആ സമയത്ത് നല്ല വിശപ്പും അത്യാവശ്യം ആക്രാന്തം ഉള്ളത് കാരണം ഒന്നും നോക്കിയില്ല, അങ്ങ് കുടിച്ച്. അങ്ങനെ ഒമാൻ ട്രിപ്പ് അവിടെ കഴിഞ്ഞു. ഞാൻ ഒമാൻ ട്രിപ്പിന് പോകുന്ന സമയത്ത് എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ ആരോടും സംസാരിക്കില്ല, ജസ്റ്റ് പോയിട്ട് ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു വരും. അപ്പോൾ അവൻ പറഞ്ഞായിരുന്നു 3-4 ദിവസം ഒറ്റയ്ക്ക് പോകുന്ന സ്ഥലത്ത് ആരോടും സംസാരിക്കാതെ എങ്ങനെ നിൽക്കാൻ പറ്റുന്നുള്ളത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ട് ദീദീനെ പരിചയപ്പെട്ടു. ദീദീൻ്റെ നമ്പർ പോലും വാങ്ങാൻ പറ്റാതെയാണ് കേട്ടോ ദീദി പോയത്. കാരണം ദീദീൻ്റെ വിസ വന്നത് ഏകദേശം 1 മണി സമയത്താണ്. 12 മണീൻ്റെ മുന്നേ ആയിട്ട് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യണം. ദീദി വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു നാളെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ മിക്കവരും മലയാളികളായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, ദീദിക്ക് അവിടെ നിൽക്കാൻ പൈസയില്ല, അതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അവരും കാര്യങ്ങളൊക്കെ ഹറിബറിയായിട്ട് ചെയ്തു കൊടുത്തു കേട്ടോ. എന്നിട്ട് ദീദി പോകുമ്പോൾ പറയുമായിരുന്നു നമ്പർ പോലും വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ചില സൗഹൃദങ്ങൾ ഉണ്ടാവാറില്ലേ നമുക്ക്. എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവിടെ നിന്ന് വയറ് നിറച്ച് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ 2 പേര് റൂമിലേക്ക് പോയിട്ടോ. പോകുന്ന വഴിക്ക് എൻ്റെ ഫേവറേറ്റ് മൊഗുമൊഗുവിൻ്റെ ഗ്രേപ്സ് ഫ്ലേവറും കൂടെ വാങ്ങിച്ചിട്ടാണ് പോയത്. അപ്പോൾ നാളെ കാണാം, ബൈ.